ഹായ് ഗായ്സ്, അപ്പം നമ്മൾ മൂന്നുപേരും കൂടി ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു തട്ടിക്കൂട്ട് റോള്. അതിനാവശ്യമുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി. പിന്നെ നമ്മൾ മാവെടുത്ത് ഉപ്പിട്ട് ഒന്ന് കുഴച്ചിട്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കുഴച്ച് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് പിന്നെ കടുകാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ട മെയിൻ എന്ന് പറയുന്നത് സവാളയാണ്. സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മുളകുണ്ട്. ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. പിന്നെ സവാള ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മുടെ ഷെഫ് മാറിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ പിന്നെ ഇടുന്നതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു മസാലയാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് റെഡിയായി വന്ന് മസാലയൊക്കെ പിടിച്ച് ആ ഒരു മണം വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം, നമുക്ക് വേണ്ടത്രയും. ചിലവർക്കത് ഇഷ്ടമല്ലല്ലോ, അതിൻ്റെ ഒരു ചവ നമ്മൾ കഴിക്കുമ്പോൾ വരുന്ന ചിലവർക്ക് ഇഷ്ടമല്ല. അപ്പം നമുക്ക് എത്രയാണോ വേണ്ട അത്ര ഇട്ട് കൊടുക്കാം. പിന്നെ അത് മിക്സ് ചെയ്തിട്ട് പിന്നെ വേണ്ടൊരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ മുട്ടയാണ്. നമുക്കിത് വേണമെങ്കിൽ ഇതിലോട്ട് മുട്ടയോ അല്ലെങ്കിൽ ചിക്കനോ എന്താണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് മുട്ടയാണ്. അപ്പോൾ നമുക്ക് ഒരു മുട്ട ഇതിൻ്റെ അകത്ത് പൊട്ടിച്ചിടാം. ഞങ്ങൾ കുറച്ച് മിക്സാണ് ഉണ്ടാക്കിയേക്കുന്നത്, അപ്പം അതിലുകൊണ്ട് ഒരു മുട്ടയെ നമ്മൾ ആഡ് ചെയ്തിട്ടു. അപ്പം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിയാണ്. അത് നമ്മൾ നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചുട്ട് എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ഫില്ലിങ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉള്ളതെന്ന് പറയുന്നത് ഇതിൽ കുറച്ച് ഫില്ലിങ്സൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ പുറത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള എന്താണെന്ന് വെച്ചാൽ ഇവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് എന്താ ഇവർ പറയുന്നതെന്നാണ്. അവർ ടേസ്റ്റ് ചെയ്തിട്ട് അത് കൊള്ളാമെന്നാണ് പറയുന്നത്. ഗൈസ്, ഞാനിതൊന്നും പറഞ്ഞ് എല്ലാവരും തന്നെ ചെയ്യുന്നതാണ്. സത്യത്തിൽ ഇത് കൊള്ളാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.